ADGP MR അജിത് കുമാറിന് പുതിയൊരു പദവിയും കൂടെ കൊടുത്തിരിക്കുന്നു. ഇത് ശരിക്കും അജിത് കുമാറിനെ സർക്കാർ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇത് BJPയും CPM തമ്മിലുള്ള ഒത്തുകളിയല്ലേ? അല്ല, ഇത് യഥാർത്ഥത്തിൽ ADGP MR അജിത് കുമാറിന് മറ്റ് പോലീസുകാർക്കൊന്നുമില്ലാത്ത എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാര്യം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ആരോപണങ്ങൾ ഉയർന്നു വന്നത്? ഇവിടെ CPMന്റെ തന്നെ അണികളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, പ്രവർത്തകരുണ്ടല്ലോ, ആളുകളുണ്ടല്ലോ. സുരേഷ് ഗോപി തൃശ്ശൂരിൽ പൂരം കലക്കിയാണ് ജയിച്ചത് എന്ന് നായികയ്ക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് CPMകാരും CPIക്കാരും. CPI തന്നെയാണ് അതിന് പരാതി കൊടുത്തതും ഒക്കെ. അതിൽ മുഖ്യ ശത്രുവായിട്ട് കണ്ടത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ BJPക്ക് അന്ന് ഒത്താശ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞ് മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ള സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മൊഴി കൊടുത്ത ആളാണ് ആര്? ഈ പറയുന്ന MR അജിത് കുമാർ. അദ്ദേഹത്തിനെതിരായി കൊണ്ട് PV അൻവർ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ ഉന്നയിക്കുകയും സ്വർണ്ണക്കടത്തിലടക്കം അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറയുകയും അദ്ദേഹവും മലപ്പുറം SP ആയിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെയായി ബന്ധപ്പെട്ട് ഒരു നെക്സസ് നിലവിലുണ്ട് എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് അത് പോയിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന അജിത് കുമാറിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അജിത് കുമാറിനെതിരായിക്കൊണ്ട് വളരെ കൃത്യമായ ആരോപണങ്ങൾ വന്നു. പിന്നീട് അജിത് കുമാർ RSSന്റെ നേതാവായിട്ടുള്ള ദത്താത്രേയ ഹൊസബല്ലയെ അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്ത് പോയിട്ട്, അതായത് കേരളത്തിൽ അദ്ദേഹം വന്നപ്പോൾ താമസിച്ചിരുന്ന സ്ഥലത്ത് പോയിട്ട് വളരെ രഹസ്യമായി മറ്റൊരു RSSന്റെ നേതാവിനൊപ്പം പോയി കണ്ടു എന്ന് പറയുന്നുണ്ട്. ആ RSS നേതാവിനൊപ്പം പോയി കണ്ടത് എന്തിനാണ് എന്ന് ഇതുവരെ അന്വേഷണ സംഘം പോലും വെളിപ്പെടുത്തിയിട്ടില്ല. ഈ MR അജിത് കുമാറിനെതിരായിക്കൊണ്ട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. 3-4 അന്വേഷണമാണ് പ്രഖ്യാപിച്ചത്. വിജിലൻസ് അന്വേഷണം, പോലീസ് അന്വേഷണം, വകുപ്പ് തല അന്വേഷണം. അതില് കവടിയാറിൽ അദ്ദേഹം വാങ്ങിയ വീടുമായി ബന്ധപ്പെട്ട് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടൊരു കേസുണ്ടായി. ആ കേസിൽ അദ്ദേഹത്തിന് പൂർണ്ണ ക്ലീൻ ചിറ്റ് കൊടുത്തു സർക്കാർ. അതിനുശേഷം ഈ പൂരം കലക്കിയ കേസുമായി ബന്ധപ്പെട്ടും ദത്താത്രേയ ഹൊസബല്ലയെ പോയി കണ്ട വിഷയവുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടന്നു. അതിൽ ദത്താത്രേയ ഹൊസബല്ലയെ പോയി കണ്ടതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നും ആർക്ക് വേണമെങ്കിലും ആരെയും കാണാം. പക്ഷെ അത് അദ്ദേഹം എന്തിനാണ് കണ്ടത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെതിരായിക്കൊണ്ട് DGP റിപ്പോർട്ട് ആർക്ക് സമർപ്പിച്ചു? മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ആ DGP പടി, അതായത് ഷെയ്ഖ് ദർവേസ് സാഹിബ് എന്ന് പറയുന്ന DGP പടി ഇറങ്ങിപ്പോയ സമയത്ത് പുതിയ DGP, ഇപ്പോഴത്തെ പുതിയ DGP വന്നല്ലോ, ആ DGP വന്ന സമയത്ത് ആ DGPയെ കൊണ്ട് പഴയ DGP കൊടുത്ത റിപ്പോർട്ട് തിരിച്ചയപ്പിച്ച് MR അജിത് കുമാറിന് അനുകൂലമായി പുതിയ റിപ്പോർട്ട് വാങ്ങി സർക്കാർ. എന്തിനാണ് MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നത്? MR അജിത് കുമാറിനെ വീണ്ടും തിരിച്ചെടുത്തു. അദ്ദേഹത്തിന് DGP ആകാൻ കഴിയില്ല, പക്ഷെ തിരിച്ചെടുത്തു. ശബരിമലയിലേക്ക് ട്രാക്ടറിൽ കയറി ഒരാൾക്കും പോകാൻ പാടില്ല, ഒരാൾക്കും. അസുഖബാധിതനല്ലാത്ത ഒരാൾക്കും അങ്ങനെ സഞ്ചരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പൊ രാഷ്ട്രപതി വരുന്നുണ്ട്. രാഷ്ട്രപതി വന്നപ്പോൾ ദേവസ്വം ബോർഡ് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എന്തെങ്കിലും തരത്തിൽ അസുഖമില്ലാത്ത ആൾക്കാരെ നമുക്ക് ഈ എമർജൻസി വാഹനങ്ങളിൽ കടത്തി വിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് കൃത്യമായത് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതിക്ക് പോലും ബാധകമായ ഒരു നിയമത്തിന്റെ പുറത്ത് MR അജിത് കുമാറിനെ ഒരു ട്രാക്ടറിൽ കൊണ്ടുപോവുകയാണ്. ആ ട്രാക്ടറിൽ കൊണ്ടുപോയി എന്ന് പറഞ്ഞതിന്റെ ആ ഓടിച്ച പോലീസുകാരന് പണിഷ്മെന്റ് കൊടുത്തു. MR അജിത് കുമാറിനെ തൊട്ടില്ല. അത് ചോർത്തി നൽകി എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഇവരെന്ത് ചെയ്തു? സസ്പെൻഡ് ചെയ്തു. അന്നേരവും MR അജിത് കുമാറിന് ഒരു പ്രശ്നമില്ല. അദ്ദേഹം നിലവിലിപ്പോ എന്താണ്? എക്സൈസിന്റെ കമ്മീഷണറാണ്. എക്സൈസ് കമ്മീഷണർ ആയിരിക്കുന്ന MR അജിത് കുമാറിന് പുതിയൊരു പദവി കൂടെ കൊടുത്തിരിക്കുകയാണ്. ഏതാ പദവി എന്നറിയോ? ബെഫ്കോയുടെ ചെയർമാൻ, ബീവറേജിന്റെ ചെയർമാൻ. ഏറ്റവും കൂടുതൽ പണം കിട്ടുന്ന, ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന പോസ്റ്റാണ് ബെഫ്കോയുടെ ചെയർമാൻ. അതുപോലെ തന്നെ എക്സൈസിന്റെ കമ്മീഷണർ, രണ്ടും ഒരാളുടെ കയ്യിലാണ്. എക്സൈസ് കമ്മീഷണറും ബെഫ്കോയും ഒരാളുടെ കയ്യിലെത്തുമ്പോഴുള്ള കാര്യം എന്താ? ബെഫ്കോയ്ക്ക് അടുത്ത് നടക്കുന്ന പല അനധികൃത ഇടപാടുകളും ഒരാളുടെ കൈകളിലേക്ക് ഒതുങ്ങും. മറ്റൊരാൾ ചോദ്യം ചെയ്യില്ല, പ്രശ്നം ഉണ്ടാക്കില്ല. ഈ വിജിലൻസ് കമ്മീഷണർ അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷണർ എന്നൊക്കെ പറയുന്ന യോഗേഷ് ഗുപ്തക്കെതിരെ എന്തായിരുന്നു സർക്കാർ എടുത്ത നടപടി? യോഗേഷ് ഗുപ്ത PP ദിവ്യക്കെതിരായിക്കൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ യോഗേഷ് ഗുപ്തക്കെതിരെ പ്രതികാര നടപടി തുടങ്ങി. അദ്ദേഹത്തിന് കേന്ദ്ര സർവീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തില്ല? ക്ലിയറൻസ് കൊടുത്തില്ല. ഇപ്പോഴും അദ്ദേഹത്തിന് ക്ലിയറൻസ് കിട്ടാതെ അദ്ദേഹം ട്രൈബ്യൂണലിൽ പോയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ അനുകൂലമായ വിധി വാങ്ങി വന്നിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് അനുകൂലമായ നേതാക്കന്മാർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മുഴുവൻ ഇവർ ചേർത്ത് പിടിക്കും. ഈ RSS നേതാവിനെ പോയി കണ്ട,
RSS നേതാവിനെ വിളിച്ചു എന്ന് പറയുന്ന, തൃശ്ശൂരിൽ പൂരം കലക്കിയ അന്ന് മന്ത്രി കെ രാജൻ തുടർച്ചയായി വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞ, പോലീസുകാരെ വഴിവിട്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്ന് മൊഴി കൊടുത്ത, സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മൊഴി കൊടുത്ത, ശബരിമലയിലേക്ക് അനധികൃതമായി കയറി പിന്നെ പോയി തെളിവോടുകൂടി പിടിച്ചിട്ടും ഇയാൾക്കെതിരെ നടപടി എടുക്കാത്ത, PV അൻവർ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പറഞ്ഞ, സ്വപ്നയുടെ കേസുമായി ബന്ധപ്പെട്ട് സുരേഷിന്റെ കയ്യിൽ നിന്ന് പല തെളിവുകളും ഈ പറയുന്ന MR അജിത് കുമാർ വാങ്ങിയെടുത്തുവെന്നും അത് സർക്കാരിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ആരോപണങ്ങൾ പുറത്തു നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് അതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. അതുകൊണ്ടാണ് സർക്കാർ അദ്ദേഹത്തെ പേടിക്കുന്നത് എന്നാണ് പുറത്തുള്ള സംസാരങ്ങൾ. അത് തെളിയിക്കേണ്ടത് അവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് MR അജിത് കുമാറിനെ പോലെ നിരന്തരമായി CPI ഉൾപ്പെടെയുള്ള സംഘടനകൾ നിരന്തരമായി MR അജിത് കുമാറിനെതിരെ പരാതി പറഞ്ഞിട്ടും, RSSന്റെ ചാരനാണ് എന്ന് പറഞ്ഞിട്ടും, ഈ RSS നേതാവിനെ പോയി കണ്ടു എന്ന് പറഞ്ഞിട്ടും, പൂരം കലക്കി എന്ന് പറഞ്ഞിട്ടും, ശബരിമലയിൽ പോയതിന് കൃത്യമായ തെളിവോടുകൂടി, ആ ട്രാക്ടറിൽ പോയതിന് കൃത്യമായ തെളിവോടുകൂടി പിടിച്ചിട്ടും വീണ്ടും 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 ഈ പറയുന്ന MR അജിത് കുമാറിനെ പിണറായി സർക്കാർ താങ്ങുന്നത് എന്തിനാണ്? മറുപടി പറയേണ്ടത് ഈ ഇവിടുത്തെ സഖാക്കളുണ്ടല്ലോ, സാധാരണക്കാരായ സഖാക്കളുണ്ടല്ലോ, പാർട്ടി സഖാക്കളുണ്ടല്ലോ, ഈ പ്രസ്ഥാനം എല്ലാത്തിനും വലുതാണ് എന്ന് കരുതുന്ന സഖാക്കളുണ്ടല്ലോ, അവരവരോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമായത്, എന്തിനാണ് ഇയാളെ താങ്ങുന്നത്, എന്താണ് ഇതിന്റെ പിന്നിൽ കാര്യം എന്ന് സ്വയം ചോദിക്കേണ്ട ചോദ്യം പലരും ചോദിക്കുന്നില്ല. ചോദിച്ചായിട്ട് ഉത്തരവും കിട്ടില്ല. ഇവർ വിചാരിക്കുന്നത് ഇപ്പോഴും മഹനീയ സുന്ദരമായ പാർട്ടിയാണ്, ഇപ്പോഴും CPM എന്ന നിലപാടിലാണ് ഇവർ ഇരിക്കുന്നത്. പക്ഷേ MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ MR അജിത് കുമാറിനെ ഒരിക്കലും എതിർത്ത ആളല്ല. അദ്ദേഹം RSS മേധാവിയെ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ അതിലൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന ആളാണ്. എന്താ RSS നേതാവിനെ പോയി കണ്ടാൽ ഒരു പ്രശ്നവുമില്ല. MR അജിത് കുമാർ പക്ഷേ ശബരിമല യാത്ര നടത്തിയത് തെറ്റാണ്. അദ്ദേഹം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അദ്ദേഹത്തിനെതിരെ തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായി എന്ന് റിപ്പോർട്ട് കൊടുത്ത ആ റിപ്പോർട്ട് തിരിച്ചു വാങ്ങിച്ച് തിരികെ അയച്ച് ആ DGPയുടെ കാലാവധി കഴിയുന്നത് വരെ പൂഴ്ത്തിവെച്ച് പുതിയ DGP വന്നപ്പോൾ അനുകൂലമായ റിപ്പോർട്ട് വാങ്ങിയത് എന്തടിസ്ഥാനത്തിലാണ്? നടപടിയെടുക്കണ്ടേ? എന്താ നടപടിയെടുക്കാത്തത്? ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ സംസ്ഥാന സർക്കാർ MR അജിത് കുമാർ എന്ന് പറയുന്ന പോലീസ് ADGPയെ ഭയക്കുന്നുണ്ട്, കൃത്യമായി ഭയക്കുന്നുണ്ട്. അല്ലാതെ MR അജിത് കുമാർ RSS നേതാവിനെ പോയി കണ്ടതുകൊണ്ട് അദ്ദേഹത്തോട് എനിക്കൊരു വിരോധവും അല്ലെങ്കിൽ നമുക്ക് ആർക്കും ഒരു വിരോധത്തിന്റെ കാര്യം ആർക്കും ആരെയും കാണാം. പക്ഷെ CPMന്റെ തത്വശാസ്ത്രം വെച്ചിട്ട് RSS നേതാക്കന്മാരെ പോയി കാണുന്നത് ശരിയല്ലല്ലോ. അതാണല്ലോ CPIയും പറഞ്ഞത്. എന്നിട്ട് എന്തേ നടപടി എടുക്കാഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പല നേതാക്കന്മാർക്കെതിരെ നടപടി എടുക്കേണ്ടി വരും. അതൊന്നും ഇപ്പം ഈ മാധ്യമത്തിന് മുമ്പിൽ ഇരുന്ന് പറയാനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. പല സമയത്തും നമ്മൾ വൈകാരികമായി പ്രതികരിക്കരുത് എന്നാണ് പറയാ. പക്ഷെ പലപ്പോഴും പറയുന്ന സത്യങ്ങൾ പോലും അറിയുന്ന സത്യങ്ങൾ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്കാണ് സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോഴും പറ്റുന്നത് എന്നുള്ളതാണ് ഒരു ദയനീയമായ അവസ്ഥ എന്നുള്ളത് ഞാൻ പറയാണ്. പക്ഷെ അജിത് കുമാറിനെ കൃത്യമായി ഇവർ കൊണ്ടു നടക്കുന്നത് BJP ആയി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അലയൻസ് CPM മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇന്നലെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ഡൽഹിയിൽ പോയിട്ട് എന്തൊക്കെയാണ് ഉറപ്പുകൾ വാങ്ങിയത്? എന്തൊക്കെയാണ് അമിത്ഷാ ഇതുവരെ എല്ലാ പതിവുകളും തെറ്റിച്ചുകൊണ്ട് അമിത്ഷായുടെ വീട്ടിലാണ് പോയി കണ്ടത്. ഉപഹാരം കൊടുത്തിട്ടുണ്ട്, മറ്റു പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇപ്പോ അതായത് ഈ ഇരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തു പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിന്റെ കാര്യങ്ങൾ കൂടി പറയുമ്പോഴാണ് CPMന്റെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വരാൻ വേണ്ടി പോകുന്നത്. ഇപ്പോഴും ഇവരെ വിശ്വസിച്ചിരിക്കുന്ന സഖാക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒന്നും കൂടി ആത്മപരിശോധന നടത്തേണ്ടത് അനിവാര്യമാണ്. ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്നും ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമാണ് BJPക്കകത്ത് ഇത്തരത്തിലുള്ള കൂട്ടുകച്ചവടത്തിന്റെ തോത് വല്ലാതെ കുറഞ്ഞു പോയത്. കാരണം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പണം ആവശ്യമില്ല. അതുകൊണ്ട് മുൻപത്തെ പോലെ കൂട്ടുകച്ചവടമല്ല, പക്ഷെ പല ഉന്നത നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഇവർ പല തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ പറയുന്ന RSS ശത്രുത എന്നൊക്കെ പറയുന്നത് വെറും കള്ളമാണ്. RSSനെ ഒന്നും ശത്രുവായി നിലനിർത്തിക്കൊണ്ട് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഇവർ തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അജിത് കുമാർ ഇവരുടെ മാനസപുത്രനാണ്. ആ കാര്യത്തിൽ ഒരു മാറ്റവും പിണറായി എടുക്കാൻ പോകുന്നില്ല.